ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം, ഇവരിൽ നമ്മളൊക്കെ ആർക്ക് കൈയടിക്കണം? ഇന്ത്യക്കാരിതിൽ ആരെ പിന്തുണയ്ക്കണം? പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉക്രൈൻ റഷ്യൻ വിഷയത്തിൽ അത്രയും കാണാറില്ലെങ്കിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഇറാനുമായി ബന്ധപ്പെട്ട്, മുസ്ലിം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ കേരളത്തിലും ഇന്ത്യയിലും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് കാണാം. ഇസ്രായേൽ അത് ചെയ്ത് കണ്ടില്ലേ, ഇറാൻ ഇങ്ങനെ ചെയ്ത് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് നെറേറ്റീവ്സ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നമ്മൾ ആർക്ക് കൈയടിക്കണം? ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് അടക്കം അറ്റാക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട അറ്റാക്ക് ഇന്നുണ്ടായി എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. 100ഓളം ഡ്രോണുകൾ അയക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ പ്രമുഖരായ 3 പേരെ കൊല്ലുന്നു. ന്യൂക്ലിയർ സൈറ്റ്സിൽ അറ്റാക്ക് ചെയ്യുന്നു. അമേരിക്കയുടെ അനുവാദമില്ലാതെയോ പെർമിഷൻ ഇല്ലാതെയോ ആനുകൂല്യമില്ലാതെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ട്രംപിന് ഇതിനെതിരായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആരെ പിന്തുണയ്ക്കും? ഓർക്കുക, എല്ലാ യുദ്ധങ്ങളും എല്ലാവരും തോക്കുക മാത്രം ചെയ്യുകയാണ്. ആൾക്കാരുടെ നാശം, ധനനാശം, റിസോഴ്സിന്റെ നാശം, രാജ്യത്തിന്റെ നാശം, അത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. നല്ലൊരു ശതമാനം ഇത്തരം യുദ്ധങ്ങളും രാഷ്ട്രീയക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടിയോ അവർക്ക് അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനോ ലാഭങ്ങൾ കൊയ്യാനോ ഒക്കെ വേണ്ടിയുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, അതിരൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ യുദ്ധമല്ല അതിന് വഴി, ആൾക്കാരെ കൊല്ലുക അല്ല അതിന് വഴി. ഇവിടെ 20, അവിടെ 30, അവിടെ 100, ഇവിടെ 120 എന്ന രീതിയിലുള്ള കൗണ്ട് അല്ല. എല്ലാ രാജ്യങ്ങളും ഈ ലോകത്ത് നിലനിൽക്കണം. ഇസ്രായേൽ ഉണ്ടാകണം, ഇസ്രായേലിന് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. ഇറാൻ ഉണ്ടാകണം. ഇറാന് ഒരുപാട് കാലമായി പാലസ്തീനിലടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. പാലസ്തീനിലെ ജനത ഉണ്ടാകണം. ഇസ്രായേലിലെ ഹോസ്റ്റേജസിനെ ബ്രിങ് ദം ഹോം എന്ന് പറയുമ്പോൾ പാലസ്തീനിലെയും ഗസയിലെയും വ്യക്തികൾക്ക് ഗിവ് ദം ഹോം എന്ന് നമുക്ക് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ലൈൻ, ഇങ്ങനെയുള്ള ചിന്താധാര ലോകത്തില്ലാത്തപ്പോഴാണ് ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് അടക്കം, മിലിറ്ററി കമാൻഡേഴ്സിനെ അടക്കം വധിച്ച് ന്യൂക്ലിയർ സൈറ്റ്സ് അടക്കം ആക്രമിച്ചിരിക്കുന്നു എന്നാണ് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഹുസൈൻ സലാമി അടക്കമുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ചില കുട്ടികൾ കൊല്ലപ്പെട്ടതായി വാർത്തകൾ വരുന്നു. വളരെ വേദനാജനകമാണ്. തിരിച്ച് ഇസ്രായേലിൽ ഇതേപോലെ ഇറാൻ 100ഓളം ഡ്രോണുകൾ പോയിട്ടുണ്ട്. ഇസ്രായേലിൽ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടങ്ങിയ വാർത്തകൾ വരുന്നു. ഇത് ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ മക്കളടക്കം ഭാവിയിൽ ജീവിക്കാൻ കഴിയും. ഇപ്പോൾ ഉക്രൈൻ റഷ്യയുടെ വ്യോമ താവളങ്ങളും 40ഓളം എന്നാണ് ഞാൻ പെട്ടെന്ന് കണക്ക് വായിച്ചത്, അവിടുത്തെ വിമാനങ്ങളും മറ്റും നശിപ്പിച്ചതായി ചില ആൾക്കാർ പറഞ്ഞു. അതിശക്തമായി തിരിച്ചടിച്ച് ഉക്രൈൻ്റെ പല കാര്യങ്ങളും ചെയ്തു. ഇനി ഉക്രൈൻ തിരിച്ച് അങ്ങോട്ട് ചെയ്യും. ഇതിൻ്റെ ഒരു അവസാനം വേണ്ട. ഇതൊരു സൈക്കിൾ ഓഫ് വയലൻസ് ആണ്. അല്ലെങ്കിൽ പരസ്പരം വയലൻസിൻ്റെ, പരസ്പരം അക്രമത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ഒരു വയലൻസാണ്. ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് അവസാനിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ എരുതിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാതിരിക്കുക എന്ന് ഓർക്കുക. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരല്ല, എരുതിയിൽ വെള്ളം ഒഴിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജോലി ഭൂമിയിൽ ചെയ്യുന്നത്. രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് കലാപങ്ങൾ ഉണ്ടാക്കി, വിദ്വേഷമുണ്ടാക്കി, യുദ്ധമുണ്ടാക്കി നിലനിൽക്കുകയല്ല വേണ്ടത്. പകരം പരസ്പരം യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി നല്ല സമീപനത്തോടെ, സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഇതാണ് ആധുനിക ലോകം. മോഡേൺ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ വേദനാജനകമായ കാര്യമാണ്. ഇറാനിൽ മരണപ്പെട്ടവർക്കും, ഇസ്രായേൽ മരണപ്പെട്ടവർക്കും, അല്ലെങ്കിൽ ഉക്രൈനിൽ മരണപ്പെട്ടവർക്കും, റഷ്യയിൽ മരണപ്പെട്ടവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. ഈ രാജ്യങ്ങൾക്ക് അവരുടെ ഇടയിൽ സമാധാനം കണ്ടെത്താനാകട്ടെ. ഇതൊരു പെർപ്പച്വൽ വയലൻസായി മാറാതിരിക്കട്ടെ. അത് കൂടുതൽ കൂടുതൽ റിറ്റാലിയേഷനും എസ്കലേഷനും വന്നാൽ നമ്മുടെ ആൾക്കാരെ അടക്കം, മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരെ അടക്കം, ലോക സമാധാനത്തെ അടക്കം അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ വേദനാജനകമാണ്. ഈ അർത്ഥത്തിൽ ലോകത്തിൻ്റെ ഈ പോക്കിൽ വല്ലാത്തൊരു വിഷമവും വേദനയാണ് തോന്നുന്നത്. പരിഹാരം ഉണ്ടാകട്ടെ. ദൈവം അതിനൊരു സമാധാനം കാണട്ടെ.